സലീം കുമാറിൻ്റെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അഭിനേതാക്കളും രാഷ്ട്രീയക്കാരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. മലയാള നടൻ സലീം കുമാർ 56 വയസ്സ് അന്തരിച്ചു. ദേശീയ അവാർഡ് ജേതാവായ നടൻ കൊച്ചിയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത്. മമ്മൂട്ടി, ദിലീപ്, മലയാള ചലച്ചിത്ര മേഖല എന്നിവിടെ നിന്നുള്ള ആദരാഞ്ജലികൾ എല്ലാവരും അർപ്പിച്ചു. ദേശീയ അവാർഡ് ജേതാവായ മലയാള നടൻ സലീം കുമാർ 56 ശനിയാഴ്ച കൊച്ചിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ഇന്നലെ രാവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു അന്ത്യം. പ്രശസ്ത നാടക മിമിക്രി കലാകാരനായ സലീം കുമാർ ഇഷ്ടമാണ് 100 വട്ടം 1997 എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ 2000-ൽ മാത്രമാണ് അദ്ദേഹം സിനിമയിൽ ഹാസ്യവേഷങ്ങൾ അവതരിപ്പിച്ചത്. ലാൽ ജോസിൻ്റെ അച്ഛനുറങ്ങാത്ത വീട് 2006 എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സലീം കുമാറിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. തുടർന്ന് സലീം അഹമ്മദിൻ്റെ 2011-ലെ സാമൂഹിക നാടകമായ ആദാമിൻ്റെ മകൻ അബുവിൻ്റെ പ്രധാന വേഷത്തിന് ദേശീയ അവാർഡ്, മറ്റൊരു കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 2011-ലെ അക്കാദമി അവാർഡിനുള്ള എൻട്രിയുടെ ഔദ്യോഗിക എൻട്രി കൂടിയായിരുന്നു അത്. 22 വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഹാസ്യത്തിൽ നിന്ന് ഗൗരവമേറിയ അഭിനയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രകടമായ ആ നിർണായക വേഷം 300-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. 2017-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ കറുത്ത ജൂതൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധായകനായി. സലീം കുമാറിൻ്റെ ഭാര്യ സുനിതയും 2 കുട്ടികളുമുണ്ട്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ നടന് അനുശോചനം രേഖപ്പെടുത്തിയ ഒരു പ്രസ്താവന ഇറക്കി. സലീം കുമാർ വടക്കൻ പറവൂരിൻ്റെ അഭിമാനമായിരുന്നു. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നേരിട്ട ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ദേശീയ അവാർഡ് നേടി ഇന്ത്യൻ സിനിമയുടെ ഉന്നതിയിലേക്ക് ഉയർന്നു. തൻ്റെ പ്രവർത്തനത്തിലൂടെ ഓസ്കാർ നോമിനേഷൻ ഘട്ടത്തിൽ പോലും എത്തിയ അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹം. മലയാള ചലച്ചിത്രമേഖലയെ അതികായനായിരുന്നു സലീം കുമാർ ജി. ലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിക്കുകയും നാടകീയമായ ആഴം കൊണ്ട് നമ്മെ സ്പർശിക്കുകയും ചെയ്ത ദേശീയ അവാർഡ് ജേതാവായ അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ത്യൻ സിനിമയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധകർക്കും എൻ്റെ അഗാധമായ അനുശോചനം. ഈ ദുഃഖവേളയിൽ ഞാൻ അവരോടൊപ്പം നിൽക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് സലീം കുമാറിനെ സ്മരിക്കാം, ഒരു അഭിനയ ചക്രവർത്തി, ചിരിയുടെ ചക്രവർത്തി എന്ന നിലയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.